12 വരെ നാം ഒന്നിച്ചു പറഞ്ഞ KM മൗലവി പഠിപ്പിച്ച, PK മൂസ മൗലവി പഠിപ്പിച്ച, അതുപോലെ തന്നെ മാനി മൗലവി റഹിമഹുള്ള പഠിപ്പിച്ച, ഉമർ മൗലവി പഠിപ്പിച്ച, അതുപോലെ തന്നെ KP മുഹമ്മദ് മൗലവി പഠിപ്പിച്ച അതേ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകളിലുള്ള ആശയങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലെ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടക്കമുള്ള കാര്യങ്ങളിൽ നാം ഒന്നായി നിലനിന്നിരുന്ന, അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടൊരു ഭാഗം പോവുകയാണ്. അത് സമ്മതിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ കയ്യിലതാ എത്രയോ കാലങ്ങളായി ഒരു മാറ്റവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത ആദർശമതാ എല്ലാ രംഗത്തും നമ്മൾ കൊണ്ടു നടക്കുന്നു. അത് നമ്മൾ ഒന്നായി പറയുന്നതിനിടക്ക് 2012 ശേഷമെന്റെ പുതിയൊരു വാദവുമായി കൊണ്ടാളുകൾ പോവുകയാണ്. അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുകയാണ്. കണ്ണേറ് ഉദാഹരണം പറയുന്നു, ജിന്നുബാധ ഉദാഹരണം പറയുന്നു, അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ അതാ ഉദാഹരണമായി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കിട്ടിയ ആദർശങ്ങളെ നമ്മുടെ മുൻഗാമികളായ പ്രതിപാദനന്മാരായ പണ്ഡിതന്മാർ ഖുർആൻ വ്യാഖ്യാനങ്ങളിലൂടെ, പ്രസിദ്ധീകരണങ്ങളിലൂടെ എന്താണോ മുമ്പ് പറഞ്ഞതെങ്കിൽ അത് തന്നെ മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ അതിൽ നിന്നതാ മറ്റൊരു കൂട്ടര് പിരിഞ്ഞു പോവുകയാണ്. അവർ ഈ ഹദീസുകളെ പലപ്പോഴും പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തുകൊണ്ട് 2002 വിട്ടുപോയ സഹോദരങ്ങൾ പല ഹദീസുകളെയും നിഷേധിച്ചതുപോലെ ഇവരും അതേ രൂപത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു. അവരുപയോഗിച്ച പദപ്രയോഗങ്ങൾ നമ്മുടെ നേരെ എടുത്തുപയോഗിക്കുന്നു. അവർ പറഞ്ഞ ആരോപണങ്ങൾ നമ്മുടെ നേരെ ആരോപിക്കുന്നു. അങ്ങനെ എന്തായി? വളരെയേറെ അബദ്ധത്തിലേക്ക് ചാടി എന്ന് മാത്രമല്ല, ശിർക്ക് സമൂഹത്തെ പഠിപ്പിക്കേണ്ടുന്ന, ആ ശിർക്കിനെതിരെ ശക്തമായി സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന, ശിർക്കൻ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ മുളവൊട്ടിയാൽ അതിന് ശക്തമായി തടയിടാൻ ബാധ്യതയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിമാരിൽ ഒരാൾക്ക് നിലവിളക്ക് ബഹുമാനത്തോടെ കൊളുത്തുന്നതിലെ ശിർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി, അതിലെ അപകടം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു MSM-കാരന്, ചെറിയ ഒരു കുട്ടിക്ക് വരെ അറിയാവുന്ന കാര്യം ഒരു സെക്രട്ടറി പദവിയിലിരിക്കുന്നയാൾക്കറിയാതെ പോയെങ്കിൽ എന്തേ സംഭവിക്കാൻ കാരണമെന്നോ? അതേ ശിർക്കില്ലാത്ത ഒരു സമൂഹത്തിന്റെ നേരെ നോക്കി ശിർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയപ്പോൾ അതേ അത് തിരിച്ചടിക്കാൻ തുടങ്ങി എന്നതല്ലാതെ മറ്റെന്ത്? മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പോലും വ്യാഖ്യാനിക്കേണ്ടി വന്നു. ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന് നാളിതുവരെ നമ്മൾ ഒന്നിച്ചു പറഞ്ഞിട്ടുള്ള ആശയത്തിൽ നിന്ന് സർവശക്തനായ അല്ലാഹുവിനോടല്ലാത്ത ഒരു സഹായത്തേട്ടം പാടില്ല എന്ന് പഠിപ്പിച്ച ആ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്ന സഹായത്തേട്ടത്തിൽ നിന്ന് അതേ ദൃശ്യരായ മനുഷ്യന്മാർ ഒഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ശിർക്കിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്ന ഒരു ദുരന്തത്തിലേക്ക് പലരും എത്തിപ്പെട്ടതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ അപകടം എന്താണ്? അതേ ഒരു വിഭാഗത്തിന്റെ നേരെ ഇല്ലാത്തത് ആരോപിച്ചപ്പോൾ വന്നു ചേർന്നിട്ടുള്ള അപകടമാണ്. ഈ രൂപത്തിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അതാ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട്. അതിനുവേണ്ടി സൂറത്തുൽ അൻആം ദുർവ്യാഖ്യാനിച്ചവരുണ്ട്. അവരെ അല്ലേ നിങ്ങൾ താങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ച് അവസാനമതാ അതേ പത്തപ്പിരിയത്ത് വെച്ച് സംവാദം നടന്നപ്പോൾ ആ ആയത്ത് തെളിവാക്കിയിട്ട് അതിന്റെ കൃത്യമായ രൂപത്തിൽ അങ്ങ് വിശദീകരിച്ചു കൊടുത്തപ്പോൾ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെയും ഇത് ഇതേപോലെ തന്നെ തെളിവാക്കിയവരാണെന്ന് പറഞ്ഞപ്പോൾ ആ രംഗം എല്ലാവരും കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. അപ്പൊ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നു എന്നാണ് വെറുതെ പറഞ്ഞത്. അത് പറഞ്ഞവരോ ധാരാളക്കണക്കിന് ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് ഈ സംഘടന നശിക്കുകയില്ല എന്ന് പറയാൻ പോലും ആയത്ത് ദുർവ്യാഖ്യാനിച്ച്, അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് തെളിവാക്കിക്കൊണ്ട് ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു. ആ ഒരു ദുരന്തത്തിലേക്ക് പോലും എടുത്തു ചാടിപ്പോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമൂഹത്തിൽ എന്താ വേണ്ടത്? ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുകയാണോ? അല്ല, ഒന്നിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഒന്നിക്കാനുള്ള മാനദണ്ഡം എന്താണ്? അതല്ലേ ആ ആരോപണങ്ങൾ ഓരോരുത്തരും പിൻവലിച്ചു കഴിഞ്ഞാൽ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഇതിലൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായി തന്നെ ബോധ്യമാകുന്നില്ലേ?